ഹലോ ഗായ്സ്, എൻ്റെ കസിൻ്റെ കല്യാണം കേട്ടോ അടുത്ത ആഴ്ച. അപ്പോൾ നമ്മൾ കസിൻസെല്ലാം കൂടിയിട്ടൊക്കെ ചെറിയൊരു സർപ്രൈസ് സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയൊരു ഡ്രസ് കോഡെല്ലാം നമ്മൾ സെറ്റാക്കിനേ. അങ്ങനെ ഒരു കസിൻ്റെ വീട്ടിലെത്തിയിട്ട് ആടുന്ന എല്ലാവരും കൂടി പോകാമെന്നുള്ള പ്ലാനിലേനു. ഇതാണ് കേട്ടോ നമ്മളെ ഡ്രസ് കോഡ്. അങ്ങനെ വേഗം സുന്ദരിയായിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. മഴ പെയ്യോ എന്നുള്ള ബേജാറിലേനു നമ്മൾ പോയേ. ഈ കാലാവസ്ഥ ഇങ്ങനെ തന്നെ ഒരു വൈകുന്നേരം വരെ കിട്ടണമെന്ന് ദ്വാരിച്ചുകൊണ്ടേനു പോയേ. ഇത്ര വരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ചൊരു സമാധാനം. ഇത് ഈ മിററിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടാ. ഇവരൊന്ന് മാറിയിട്ടാണ് അടുത്തൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്ന ആൾ വിചാരിക്കും ഞാനാ ബ്രൈഡെന്ന്. പക്ഷേ അല്ലേ, ഗൗണിന് സ്കാഫാ ചേരാന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്കാഫ് കുത്തി തരുന്ന രംഗങ്ങളിൽ കാണുന്നു. ഇത് നമ്മളെ ബ്യൂട്ടീഷ്യൻ ഷൈന. അങ്ങനെ ഒരുവിധം ഇത് സെറ്റാക്കിയെടുത്ത് പോകാനിറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലും ഒന്നും നടന്നിട്ടില്ല. ബസ്സിന് പോകാൻ പ്ലാൻ ഇട്ടാകുമ്പോൾ അങ്ങനെ ഓട്ടോ പിടിച്ചു പോയി. ഏകദേശം കണ്ണൂരെത്തുന്നവരെ നല്ല മഴയേനു. ആ മഴ പിന്നെ വൈകുന്നേരം വരെ പെയ്തിട്ടില്ല കേട്ടാ. നമ്മളങ്ങനെ കഫേയിലെത്തി. ഡെക്കറേഷൻ ചെയ്യാനുള്ള പ്ലേസെല്ലാം നമ്മൾ പരതിക്കൊണ്ടിരിക്കുന്നതിനും നമ്മളെല്ലാവരും അഭ്യർത്ഥന പ്രമാണിച്ച് നമ്മൾ ഗ്രൂം ഇവിടെ നേരത്തെ കാലത്തേ വന്ന് സെറ്റായിന്. അടുത്ത നമ്മുടെ ഡെക്കറേഷൻ പരിപാടികൾ അതും അങ്ങനെ അടിപൊളിയായി നടന്നുകൊണ്ടേയിരുന്നു. ഡ്രസ്സെല്ലാം ഇട്ട് മുഞ്ചായി വന്ന സ്ഥിതിക്ക് നമ്മളെ ഫോട്ടോഷൂട്ടിലായിട്ട് ഇപ്പുറത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ബ്രൈഡ് എത്താൻ പോയി. ഇവരുടെ കോഫി കുടിക്കാൻ വരുന്നു, നമ്മളെ കാണുന്നു, എത്തുന്നു. ഇതേനു നമ്മളെ പ്ലാൻ ഉണ്ടായി. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച് കൊളായിരുന്നല്ലേ? കൊളായിട്ടില്ല, അടിപൊളിയായിരുന്നു. അത് നിങ്ങൾക്ക് ഈ എക്സ്പ്രഷനിലൂടെ മനസ്സിലാവുന്നില്ലേ? ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടാ. സന്തോഷം കൊണ്ടോളെ കണ്ണു ആനന്ദ കണ്ണീരിലും വന്ന്. അങ്ങനെയല്ലേ ആ സാധനത്തിന് പറയാ? അതന്നെ. അങ്ങനെ നോക്കുക, നമ്മൾ ഈ ഡ്രസ്സ് കൊടുത്തിട്ട് ഒന്ന് മുഞ്ചത്തി ആയിട്ട് വാങ്ങി പറഞ്ഞു. 15 മിനിറ്റ് ആയിട്ടാകുമ്പോൾ എത്തി. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡ് മുഖ്യം ബിഗിലെന്നാണല്ലോ. നമ്മളെല്ലാവരും കൂടി ആ കഫേ മൊത്തം പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് എത്തി. ലോട്ടഡ് ഫ്രൈസും പിസയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. രാവിലെ നല്ല വിശപ്പോടെ എടുക്കുന്നുണ്ട്. അത് നല്ലോണം ആസ്വദിച്ച് കഴിച്ച്. നമ്മളെ ബ്രൈഡ് ഫുൾ ഹാപ്പിയാണ് കേട്ടോ. ഗ്രൂമ് വന്ന വീഡിയോകൾ റിപ്പീറ്റ് അടിച്ച് കാണുന്നുണ്ടായിരുന്നു. ഓളായിരുന്നു എന്തെങ്കിലും ആക്കട്ടെ. അങ്ങനെ നമ്മൾ പിസ വന്നു. അങ്ങനെ അതും കഴിച്ച് നേരെ നമ്മൾ ബീച്ചിലേക്ക് പോയി. ഓരോരോ റീൽസെല്ലാം കണ്ട് പ്ലാൻ ചെയ്തിട്ട് വന്നതേനു. നല്ല അടിപൊളിയിലും കൊളായിന്. അത് പിന്നെ അങ്ങനെ ആണല്ലോ. അങ്ങനെ കുറേ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ട് പയ്യാമ്പലും ഏകദേശം പറയിപ്പിച്ചേനു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാളെ ഓരോരോ വഴിക്ക് പോയി. പുരക്കെത്താൻ വേണ്ടിയിട്ട് ഏകദേശം 6 മണി കഴിഞ്ഞു കേട്ടാ. അപ്പം ഇനി കല്യാണത്തിൻ്റെ ഓരോരോ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം കേട്ടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.